ഉദ്ദേശിച്ച് നമ്മൾ പടക്കം ഉണ്ടാക്കാനാണ്. ഇപ്പം ഞാൻ കാണിച്ചു തരാൻ ഉണ്ടാക്കണത്. അപ്പോൾ നമുക്ക് ഈ ഭാഗം ഈ ഭാഗം ഇങ്ങനെ മടക്കുക. അത് ഒരു അത്ര എത്തുമ്പോൾ നമ്മൾ ഈ നടുഭാഗം എടുത്ത് ബാക്കിലേക്ക് വെക്കുക. അപ്പം ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് ഈ സൈഡിൽ ഇത് ഇങ്ങനെ വലിക്കുക. എന്നിട്ട് ഇങ്ങനെ ഓടിക്കുമ്പോൾ ഒരു എയറോപ്ലെയിൻ്റെ രൂപം വരും. ഇങ്ങനെ ശബ്ദം കേൾക്കും. അതിൻ്റെ വലുത് ഉണ്ടാക്കാൻ പോകണം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം. നമുക്ക് ഉണ്ടാക്കിയിട്ട് കാണാം. അപ്പോൾ നമ്മൾ A4 ഷീറ്റ് കൊണ്ട് ഉണ്ടാക്കണേ. അപ്പോൾ നമുക്ക് പശയൊക്കെ തയ്ക്കുക. എത്രയ്ക്കും ശബ്ദം കേൾക്കുന്നു നോക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ പശ തയ്ക്കാൻ പോകുന്നത് പശ കണ്ട എത്രമാണ് പശയാണ് നമ്മൾ തേച്ചടങ്ങിയുണ്ട്. നമ്മൾ തേച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് ജോയിൻ്റ് ആക്കാം. നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലെ കൂടെ ഒന്ന് ഇറക്കി വെക്കാം. അപ്പോൾ ഒന്നുകൂടി ഒട്ടണം. ഉണ്ടാക്കുന്നു. ഇതിപ്പോൾ ഇങ്ങനെയുണ്ട്. കണ്ടോന്നറിയില്ല. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരെണ്ണം കൂടി ഉണ്ടാക്കണം. അപ്പോഴേക്ക് ഇതാണെന്ന്. അപ്പോൾ നമുക്ക് അടുത്ത ഒരെണ്ണം കൂടി ഉണ്ടാക്കണം. അപ്പം നമ്മൾ ഉണ്ടാക്കാറുണ്ട്. ഇത് സിമ്പിളായി ഉണ്ടാക്കാം. നമ്മൾ വറക്കാൻ നോക്കുകയാണെങ്കിൽ വലുത് എടുക്കണം ഗൈസ്. അപ്പോൾ നമുക്ക് ഇട്ടിട്ടുണ്ട്. പക്ഷേ പക്ഷാണ് ഒട്ടിയിട്ടില്ലേ? ഒരു ഒട്ടിയുണ്ട്. ഈ സൈഡൊന്ന് കൊട്ടണം. അത് രണ്ട് പേപ്പറും ഇങ്ങനെ ഇരിക്കും. ഇത് അപ്പുറത്തും ഇപ്പുറത്തും വെക്കണം ഗൈസ്. അത് പശ എടുത്ത് ഇതൊന്നും പശ ആവണം. ഇത് ആയിട്ടില്ല ഗൈസ്. ഇത് കണ്ട വിട്ടു പോന്നു. അതിനെ ഒട്ടിക്കണം. നമുക്ക് നന്നായി ഉറച്ചു കൊടുക്കാം. ഇത് ഉണങ്ങാൻ വയ്ക്കാം. അപ്പോഴേക്കും മറ്റേന്ന് നോക്കാം. മറ്റേതിപ്പോൾ കുഴപ്പമില്ല, ഒരുവിധമായിട്ടുണ്ട്. ഒരു അങ്ങോട്ടും കൂടെ ആക്കാം. ഇനി മറ്റേത് അങ്ങോട്ടും കൂടെ ആക്കാം. ഇതും പറ്റാണ്ട് ഞാൻ ഇതിൻ്റെ അടിഭാഗം നന്നായി വരയ്ക്കുക. ഇതാകുമ്പോൾ കുറേ മടക്കേണ്ടി വരും. നോക്കി നോക്കാം. ഇനി ഒട്ടിക്കാണ്. ഈ നമ്മളിപ്പോൾ ഒട്ടിക്കാൻ പോകുന്നു. ഒട്ടിച്ചു. അങ്ങനെ ഒട്ടിച്ചു ഗൈസ്. ഇനി ഇത്ര നേരം ഇത് ഇങ്ങനെ അമർത്തി കൊടുക്കുക. ഗൈസ് എനിക്ക് ഇത് വിട്ടു പോന്നു ഗൈസ്. പശ പിടിക്കുന്നില്ല തോന്നുന്നു. നല്ല പശ വേണ്ടി വരും. പശ നല്ലോണം തേക്കുന്നുണ്ട്. ഞാൻ ഈ ഭാഗം തേച്ചെടുത്തു. ഇനി നമ്മൾ അടുത്ത് എനിക്ക് ഒട്ടിച്ച് ആ ഭാഗത്ത് ഒട്ടിച്ചെടുക്കുക. ഇവിടെ വരച്ചെടുക്കുക. ഗൈസ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അടിക്കണം, പവറാക്കണം ഗൈസ്. അപ്പോൾ നമ്മൾ ആക്കിയെടുക്കണം. അപ്പോൾ ഒരു വലിയ ചാർക്കൽ കിട്ടും. കണ്ടൊന്നുമില്ല. നമുക്കിത് മടക്കി വെക്കുക ഗൈസ്. എന്നിട്ട് പൊട്ടു നോക്കാം. വലുതല്ല ഗൈസ്. ഇതൊന്ന് ഉണങ്ങാം. നമ്മൾ അങ്ങനെ അരച്ചെടുക്കത്തിരി നേരം ഗൈസ്. നമ്മൾ അരച്ചെടുക്കുന്നുണ്ട്. നല്ലോണം അരയ്ക്കുന്നുണ്ട്.
ഇത്തിരി പശ വേണം. അടുത്തോടത്ത് ഒട്ടിക്കണം കേട്ടോ ഗൈസ്. ഇനി നമുക്ക് ഈ സൈഡിൽ കൂടി വേണം. വടി ഒട്ടിട്ടുണ്ട്. നമുക്കൊന്ന് വെറുതെ ജസ്റ്റ് വെക്കാം. ഇങ്ങനെയൊക്കെ മടക്കാം. ക്രമം പീസിലായിട്ട് ഞാൻ മടക്കണം. വേക്കണ്ടത് ഇങ്ങനെ ഞാൻ മടക്കണം. ചിലപ്പോൾ വിട്ട് പോരും. അതിന് വെക്കണ്ട പേര് വെച്ചിട്ടുണ്ട്. അടുത്തേക്ക് മടക്കാം. മടക്കുന്നുണ്ട്. ഇപ്പം ഇങ്ങനെയുണ്ട്. ഇങ്ങനെ നടു മടക്കാം. നല്ല പാടും ഉണ്ടാക്കിയുണ്ട്. ഇങ്ങനെ വലിച്ചിട്ട് സൂപ്പർ റോക്കറ്റ് മാതിരി ഉണ്ട്. പൊട്ടിച്ചിട്ട് കേട്ട ശബ്ദം ഒരു ചെറിയ ശബ്ദം ഉണ്ടായുള്ള തൂറ്റിപ്പോയി. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ ഇടാം. ബൈ ബൈ. എല്ലാ സബ്സ്ക്രൈബറും ലൈക്ക് അടിക്കണം, പവർ ആക്കണം.